ജീവിക്കണോ മരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു പ്രിയ. തൻ്റെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൾ ചിന്തിച്ചു. ഒടുവിൽ ഒത്തിരി ആലോചിച്ചതിന് ശേഷമാണ് സ്വന്തം അമ്മയോടെല്ലാം പറയാമെന്ന് അവൾ കരുതിയത്. അമ്മയ്ക്കാവുമ്പോൾ ഒരുപക്ഷെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവൾക്ക് വെറുതെ തോന്നി. എൻ്റെ പൊന്നു പ്രിയേ, എന്താ നിനക്ക്? ഒരു അമ്മയോട് തുറന്നു പറയാൻ പറ്റിയ കാര്യങ്ങളാണോ ഇത്? പെൺകുട്ടികളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിന് പോയി പരാതി പറയുകയല്ല വേണ്ടത്. എല്ലാം സഹിക്കണം മോളെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇവിടെ തന്നെ നോക്ക്, അച്ഛൻ എന്തോരം എന്നോട് വഴക്കിടും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ടും അതെല്ലാം സഹിച്ച് ഞാൻ നിൽക്കുന്നില്ലേ? എന്താ കാര്യം? ഈ കുടുംബം നന്നായി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പൊന്നു മോൾ എല്ലാം ക്ഷമിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. കല്യാണം കഴിയട്ടെ, ഇപ്പോൾ 1 മാസം ആവുന്നതല്ലേ ഉള്ളൂ. പറഞ്ഞാൽ തൻ്റെ കൂടെ നിൽക്കും. തനിക്ക് ആശ്വാസമാകുമെന്ന് കരുതി അമ്മയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇനി ഒന്നും അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ടൊന്നും മിണ്ടാതെ അവിടെ നിന്നു. അല്ലെങ്കിൽ തന്നെ തൻ്റെ പ്രശ്നങ്ങൾ ആരോടൊക്കെ പറയാൻ പറ്റും? 20 ദിവസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. തങ്ങളെക്കാൾ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള രോഹിത്തിൻ്റെ ആലോചന വന്നപ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞിരുന്നു അത് പ്രിയയുടെ ഭാഗ്യമാണെന്ന്. ഞാനും അങ്ങനെ തന്നെ കരുതി. കാരണം രോഹിത്ത് കാണാൻ സുന്ദരനായിരുന്നു. പോരാത്തതിന് സ്വന്തമായി ബിസിനസ് ആവശ്യത്തിനും അനാവശ്യത്തിനും പണം. വലിയ 2 നില വീട്. ആകെയുള്ളൊരു പെങ്ങളും അമ്മയും മാത്രമാണ്. പെങ്ങളുടെ വിവാഹം കഴിഞ്ഞ അവളുടെ വീട്ടിലാണ്. പിന്നെന്താ പ്രശ്നം? ആരും മോഹിക്കുന്നൊരു ജീവിതം. പക്ഷേ ആദ്യ രാത്രിയിൽ തന്നെ അയാളുടെ സ്വഭാവ വൈകൃതം മനസ്സിലാകിയിരുന്നു. രാത്രിയിൽ തൻ്റെ ശരീരത്തെ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു വേട്ടനായയെ പോലെയായിരുന്നു അയാൾ. ശരീരത്തിലെ മൃദുലതകളിൽ അയാളുടെ പല്ലുകൾ അമരുമ്പോൾ വേദനിച്ച് കരയുന്ന ശബ്ദം അയാൾ കൂടുതൽ ആവേശം നിറച്ചു. ഭയന്ന് വേദനിക്കും. കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ അതിൽ ഉൾപ്പുളകം കൊള്ളുന്ന സന്തോഷം കണ്ടെത്തുന്ന ഒരുതരം സൈക്കോ. അതായിരുന്നു രോഹിത് എന്ന സുമുഖനായ ചെറുപ്പക്കാരൻ. ഓരോ ദിവസവും ബെഡ്റൂമിലേക്ക് കയറാൻ പോലും ഭയന്ന് താഴെ നിന്നിട്ടുണ്ട്. അമ്മായിയമ്മ റൂമിലേക്ക് നിർബന്ധിച്ച് വിടുമ്പോൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി ചത്താലോ എന്ന് ഇവരെ കരുതും. ഇഞ്ചിഞ്ച് അയാൾ കൊല്ലുന്നതിനേക്കാൾ ഭേദം ഒറ്റയടിക്ക് മരിക്കുന്നതല്ലേ എന്ന് തോന്നും. പക്ഷെ മുറിയിലേക്ക് പോകാതിരിക്കാൻ തരമില്ലായിരുന്നു. സ്കൂൾ പഠിക്കുമ്പോഴോ കോളേജിലോ എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലുമില്ല. ഇതൊക്കെ തുറന്നു പറയാൻ, അഭിപ്രായം ചോദിക്കാനും ആരുമില്ല. എല്ലാവരും ജീവിതത്തിൽ ഇതുപോലെയാണോ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു. ഒടുവിൽ അമ്മയോടെല്ലാം തുറന്നു പറയാമെന്ന് തീരുമാനിച്ചു. മകൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ടെന്നറിഞ്ഞാൽ ഒരുപക്ഷെ അമ്മ ഇനി അങ്ങോട്ട് പറഞ്ഞയക്കില്ല. അച്ഛനോട് പറഞ്ഞ് ഇതിന് എന്തെങ്കിലും പരിഹാരം കാണും. അതെല്ലാമായിരുന്നു കരുതിയത്. പക്ഷെ ഒരു നീണ്ട ഉപദേശം തന്ന അമ്മയും എന്നെ പറ്റിച്ചു. വീണ്ടും രോഹിത്തിൻ്റെ കൂടെ തിരികെ അയാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് ചത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അന്ന് രാത്രിയും അയാൾ എന്നെ ക്രൂരമായി ഭോഗിക്കാൻ പോവുകയായിരുന്നു. ഇനിയും അതിന് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സനുവദിച്ചില്ല. ആരുമില്ലെന്നൊരു തോന്നലിൽ നിന്നുണ്ടായൊരു ധൈര്യം അന്നേരം എനിക്ക് വന്നു. ദേഹത്തു നിന്നും അയാളെ തള്ളി മാറ്റി. ആ ദേഷ്യത്തിൽ അയാൾ എന്നെ അടിച്ചു. എൻ്റെ മുടി പിടിച്ച് വലിച്ച് തല ഭിത്തിയിലിടിപ്പിച്ചു. എന്നാൽ അപ്പോഴും വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. അവിടെ നിന്നും അയാളെ തള്ളി മാറ്റി കിട്ടിയ ബെഡ്ഷീറ്റും പുതച്ച് പുറത്തേക്കോടി. അതോടെ എനിക്ക് ഭ്രാന്താണെന്ന് അയാൾ പറഞ്ഞു പരത്തി. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി, പ്രത്യേകിച്ച് എൻ്റെ അമ്മയും അച്ഛനും. അതുകൂടി ആയപ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴാണ് ഒരു ദിവസം എൻ്റെ ആൻറ്റി എന്നെ കാണാൻ വന്നത്. ആൻറ്റി അഡ്വക്കേറ്റാണ്. ആൻറ്റിയോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ആൻറ്റി എന്നെ ചേർത്ത് പിടിച്ചു. ഇത്രയും കാലം എന്തിനാണ് കുട്ടി നീ എല്ലാം സ്വയം അനുഭവിച്ചു എന്ന് ചോദിച്ചു. അന്ന് തന്നെ ആൻറ്റി എന്നെ കൂടെ കൊണ്ടുപോയി. രോഹിത്തിനെതിരെ ഒരു ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുത്തു. അപ്പോഴേക്കും എന്നെ കുറ്റപ്പെടുത്താനും നയപരമായി പറഞ്ഞ കേസ് പിന്തിരിപ്പിക്കാനും ധാരാളം ആളുകൾ വന്നിരുന്നു. അവരെ ആരെയും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ കൂടെ നിൽക്കാത്തവരെ ഇനി ഒരു കാര്യത്തിനും അടുപ്പിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ചീത്ത പറഞ്ഞും ശപിച്ചും അവരെല്ലാവരും പോയി. രോഹിത്തിൻ്റെ പേരിലുള്ള കേസ് നടന്നു. എൻ്റെ ശരീരത്തിലെ മുറിവുപാടുകളെല്ലാം കണ്ട് പരിശോധിച്ചു. എനിക്ക് അനുകൂലമായി കേസ്. അയാൾക്ക് ജയിലിൽ ശിക്ഷ വിധിച്ചു. പക്ഷേ ഇതിനിടയിൽ ഞാൻ അറിഞ്ഞിരുന്നു അയാളുടെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടെന്ന്. ഒരു കുഞ്ഞിനെയും ഒറ്റയ്ക്ക് കൊണ്ട് എന്തു ചെയ്യും എന്ന് കരുതിയിരുന്നു. അപ്പോഴും ധൈര്യം തന്നത് വക്കീൽ ആൻറ്റി ആയിരുന്നു. ആൻറ്റി എനിക്ക് അടുത്തുള്ളൊരു സ്കൂളിൽ ജോലി സംഘടിപ്പിച്ചു തന്നു. അത്യാവശ്യം സാലറിയുണ്ട്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അത് മതി. ആൻറ്റിയുടെ കൂടെ താമസവും. ഇനി കൂട്ടിനായി കുഞ്ഞോടി വന്നാൽ ജീവിതം നന്നായി മുന്നോട്ട് പോകാമെന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ എനിക്കുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. എനിക്കുണ്ടാകുന്നത് ഒരു മകളാണെങ്കിൽ അവൾക്ക് സപ്പോർട്ടായി എന്നും ഞാൻ കൂടെ ഉണ്ടാകും. അതല്ല മകനാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുതെന്ന് അവനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്